ഓം നമ ശിവായ. എല്ലാവർക്കും പ്രണാമം. ഉപാസന രഹസ്യങ്ങൾ എന്ന ഈ ഒരു പോഡ്കാസ്റ്റിൽ ഉപാസന വിജയം ആഗ്രഹിക്കുന്ന ഒരു സാധകൻ അയാളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. എന്താണ് ഉപാസന എന്ന് നമുക്കറിയാം. ആസന, അടുത്തിരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്. ഉപാസന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി അടുക്കുക, ദൈവീകതയുമായി അടുക്കുക, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഡിവിനിറ്റിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഉപാസനയുടെ ലക്ഷ്യം. ഭാരതം ഒരു പുണ്യഭൂമിയാണ്. ഭാരതം ഒരു മോക്ഷഭൂമിയാണ്. ഭാരതം ഒരു കർമ്മഭൂമിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയരാവുക, സനാതനധർമ്മികളാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയിട്ടുണ്ട്, ഒരു പുല്ലായിട്ടെങ്കിലും ഇവിടെ പിറക്കുന്നത് മോക്ഷത്തിന് കാരണമാകും എന്നാണ് ഭക്തകവി പാടിയത്. ഭാരതത്തിൽ അനേക ഋഷിവര്യന്മാരുണ്ട്. ആരിലാണോ ഈശ്വരൻ തൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവും ബോധവും ശക്തിയും ജ്ഞാനവും എല്ലാം കാരുണ്യപൂർവ്വം അർഷിച്ചത്, അയാളെ ആണ് ഋഷി എന്ന് പറയുക. ഋഷിയും ഋഷികയും, പുരുഷനും സ്ത്രീയും ഋഷി പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിരന്തരമായ ധ്യാനത്തിലൂടെ, ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീക ചൈതന്യത്തെ തിരിച്ചറിഞ്ഞയാളാണ് ഋഷി. ഈശ്വരൻ്റെ കൃപയും കാരുണ്യവും ജ്ഞാനവും ശക്തിയും ചൊരിയപ്പെട്ട ആളാണ് ഋഷി. ഭാരതത്തിൻ്റെ മറ്റൊരു പേര് തന്നെ ആർഷഭാരതം എന്നാണ്. അർഷിക്കപ്പെട്ടത്, ഈശ്വരൻ്റെ കൃപ, കാരുണ്യം, ബോധം, ശക്തി അർഷിക്കപ്പെട്ട മഹാമനീഷികളുടെ നാടായതുകൊണ്ട് ഇതിനെ ആർഷഭാരതം എന്ന് പറഞ്ഞു. അപ്പോൾ ആർഷഭാരതത്തിൽ ജനിച്ചതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആദ്യം പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയുമാണ്. ജന്മഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് ഇവിടെയാണ്. കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത്, നമ്മളുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടത് ഇവിടെയാണ്. ഭാരതം പുണ്യഭൂമിയാകുന്നത് ഇത്തരത്തിൽ മഹത്തായ ഋഷി പരമ്പരകൾ, ഗുരുപരമ്പരകൾ ഇന്നും ഈ അത്യന്താധുനിക യുഗത്തിലും സജീവമായി നിൽക്കുന്ന ഒരു നാട് കൂടിയാണ് ഭാരതം. അതുകൊണ്ടിത് പുണ്യഭൂമിയാണ്. മറ്റൊന്ന്, ഇതൊരു മോക്ഷഭൂമിയാണ്. നമുക്ക് ആത്മസാക്ഷാത്കാരം, എൻലൈറ്റ്മെൻറ്റ്, നിർവ്വാണം അത് സിദ്ധിക്കാൻ സാധിക്കുന്നതും ഇതേ ഭാരതഭൂമിയിൽ നിന്നിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതീയമായ ദർശനങ്ങളിലെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തെ വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുക. മനുഷ്യൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സന്താനമാണ്, ഈശ്വരൻ്റെ മകനാണ്, ഈശ്വരൻ്റെ മകളാണെന്നാണ് പറയുക. നിങ്ങളെല്ലാം മഹാപാപികളാണെന്നുള്ള ഒരു സിദ്ധാന്തം ഭാരതീയ ദർശനങ്ങളിൽ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അമൃതസ്യ പുത്ര, അമൃതത്വത്തിന്, ആത്മജ്ഞാനത്തിന്, ആത്മസാക്ഷാത്കാരത്തിന്, ഈശ്വര ദർശനത്തിന്, മുക്തിക്ക് പാത്രമാകേണ്ടവരാണ് നിങ്ങൾ. അമൃതത്വത്തിൻ്റെ അരുമ സന്താനങ്ങളെ എന്നാണ് ഋഷി നമ്മളെ വിളിക്കുന്നത്. മനുഷ്യജന്മം ഏറ്റവും പുണ്യജന്മമാണെന്ന് പറയും. 84 ലക്ഷം ജീവയോനികളിലൂടെ കടന്ന് അവസാനമാണ് നമുക്ക് മോക്ഷത്തിന് കാരണമാകുന്ന ഈ മനുഷ്യജന്മം സിദ്ധിക്കുന്നതെന്ന് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും നമ്മുടെ ദർശനങ്ങളിലും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യജീവിതം ഏറ്റവും ശ്രേയസ്കരമാണ്. മനുഷ്യൻ ഋഷിയുടെ മകനാണ്, മകളാണ്, ഈശ്വരൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. സെമിറ്റിക് സങ്കല്പങ്ങൾ പോലെ നമ്മൾ പാപികളാണെന്നുള്ള ഒരു സിദ്ധാന്തം നമുക്കില്ല. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു ലോകമേ തറവാട്, ലോകം ഒരു കുടുംബമാണ്. വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, കൃണ്ണന്തോ വിശ്വമാര്യം എന്നൊക്കെ പറയുന്ന മഹത്തായിട്ടുള്ള വാക്യങ്ങളുണ്ട്. ലോകം മുഴുവൻ ആര്യമാക്കുക, ലോകം മുഴുവൻ ശ്രേഷ്ഠമാക്കുക. വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും, പൂവിനും പുഴുവിനും സർവ്വതിനും, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള മഹത്തായൊരു പ്രാർത്ഥനയാണ് ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്. അത്ര മഹത്തായൊരു സംസ്കാരം, അത്ര മഹത്തായൊരു സംസ്കൃതിയാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. അപ്പോൾ മനുഷ്യജന്മം പുണ്യമാണ്. നമ്മൾ പാപികളോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വിശ്വാസം, എൻ്റെ മതവിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ വെറുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വധിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഇടുങ്ങിയ പ്രാകൃതമായ മത കാഴ്ചപ്പാടുകളും ഭാരതീയ സംസ്കാരത്തിനില്ല. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, ജാതി മത വർഗ വർണ്ണ ലിംഗ രാഷ്ട്രഭേദമന്യേ സകല മനുഷ്യരുടെയും ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കാരം, ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കൃതി ഭാരതത്തിൻ്റേതാണ്.
ലോകത്ത് അനേക സംസ്കാരങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. മഹത്തായ ഗ്രീക്ക് സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, അനേക സംസ്കാരങ്ങളുണ്ട്. ഇതിലൂടെ ജനതതികൾ അവരുടെ വ്യക്തിപരവും സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയപരവും രാജനൈതികവുമായ പ്രത്യേക കാഴ്ചപ്പാടുകളിൽ ചുറ്റുപാടുകളിൽ അവർ ജീവിച്ചിരുന്നു. കലയും സാഹിത്യവും നൃത്തവും ഗീതവും വാദ്യവും ഒക്കെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അതവരുടെ സംസ്കൃതിയായിരുന്നു. എന്നാൽ ഇന്ന് പഴയകാല സംസ്കാരങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയില്ല. മഹത്തായ ഗ്രീക്ക് സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, ഇതൊക്കെ വിസ്മൃതിയിലായി. കാലപ്രയാണത്തിൽ അതില്ലാതായി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്നും ഭാരതീയ സംസ്കാരം ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം ഈ സംസ്കാരം നിലകൊള്ളുന്നത് ഭാരതീയ ഋഷി പാരമ്പര്യത്തിലാണ് എന്നുള്ളതാണ്. ഇന്നും ഹിമാലയത്തിൽ സജീവമായി നിലകൊള്ളുന്ന മഹാഗുരുക്കന്മാരുടെ, മഹാഋഷികളുടെ, മഹാമനീഷികളുടെ ആ ഒരു പാരമ്പര്യത്തിലൂടെയാണ്, ഗുരു ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യത്തിലൂടെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരം, അതിലേറ്റവും സവിശേഷമായ ആധ്യാത്മിക സംസ്കാരം നിലകൊള്ളുന്നത്. അപ്പോൾ മഹത്തായ പല സംസ്കാരങ്ങളും ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളായിട്ട് മാറിയിട്ടും ഭാരത സംസ്കാരം ഇന്നും സമുജ്വലമായി നിലനിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തിക്ക് പരമപ്രാധാന്യം നൽകുന്നു, മനുഷ്യന് പരമപ്രാധാന്യം നൽകുന്നു. അവൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനാണ്, ഈശ്വരൻ്റെ മകനാണ്, മകളാണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം കാക്ഷിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആരോഗ്യം, സുഖം, സന്തോഷം, ആനന്ദം, ധനധാന്യ സമ്പദ് സമൃദ്ധി, ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തെ 4 ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ തിരിച്ചിരുന്നു. ഒരു ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞിരുന്നു. നമ്മൾ ബ്രഹ്മചര്യ കാലഘട്ടം അഥവാ വിദ്യാർത്ഥി കാലഘട്ടം, ഏതാണ്ട് ഒരു 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളൊരു മനുഷ്യൻ്റെ ജീവിതം. ആ കാലഘട്ടത്തിൽ അയാൾ ഏറ്റവും അധികം വിദ്യ, അറിവ്, മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള എനർജി സമ്പാദിക്കലാണ്, അറിവ് സമ്പാദിക്കലാണ്. അപരാവിദ്യകൾ, ജ്ഞാനവിജ്ഞാനങ്ങൾ പഠിച്ച് 25 വയസ്സായി ആകുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു സമയത്ത് സമാവർത്തനം പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്ന് പിന്നീട് 2ാമത്തെ ഘട്ടമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമയായി മാറുന്നു, ഗാർഹസ്ഥ്യം. അവിടെ പുരുഷനാണെങ്കിൽ സ്ത്രീയും, സ്ത്രീയാണെങ്കിൽ പുരുഷനെയും വിവാഹം കഴിക്കുന്നു. അതിൽ സത്സന്താനങ്ങൾ ഉണ്ടാകുന്നു. അവരെ ധർമ്മനിഷ്ഠരായിട്ട് വളർത്തുന്നു. അവരെയും ചെറുപ്പത്തിൽ തന്നെ പരാപരാവിദ്യകൾ, ജ്ഞാനവിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്നു. യോഗ, തന്ത്ര, വേദാന്തം, ഇത്തരത്തിലുള്ള മഹത്തായ ആധ്യാത്മിക വിദ്യകൾ കുഞ്ഞിലേ തന്നെ 5 വയസ്സിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു. മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, ഉപാസന ചെയ്യുക തുടങ്ങിയ സംസ്കാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഒരു കുട്ടിയുടെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് ഇന്നും ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, അല്ലേ? കാരണം അതൊരു ബ്ലാങ്ക് സ്ലേറ്റാണ് ആ സമയത്ത്. അവിടെ എന്താണോ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക്, ബോധതലത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അത് അവൻ്റെ ജീവിത അവസാനം വരെ ഉണ്ടാകും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം ധർമ്മിഷ്ഠരായ ഒരു ജനത പഴയകാലത്ത് ഭാരതത്തിൽ ഉടലെടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭാരതീയ ഗുരുപരമ്പരകളിലൂടെ അവർ പഠിച്ചു വന്നു. മൂല്യവത്തായ സംസ്കാരമുള്ള പരാപര ജ്ഞാനവിജ്ഞാനങ്ങളെപ്പറ്റി ശരിയായി മനസ്സിലാക്കുന്ന ആധ്യാത്മികതയിലൂന്നിയ ഒരു പഠനം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആധുനിക കാല വിദ്യാഭ്യാസത്തിൻ്റെ ചില പോരായ്മകളിലൊന്ന് ഈ ആധ്യാത്മികത നമുക്ക് കുട്ടികളിലേക്ക് ശരിയായി എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അക്കാദമിക്കലി അവർക്ക് അറിവുണ്ടെങ്കിലും നമ്മളുടെ മൂല്യങ്ങളെപ്പറ്റി, നമ്മുടെ സംസ്കൃതിയെപ്പറ്റി ശരിയായിട്ടുള്ള പൂർണ്ണമായൊരറിവ് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയമായൊരു വിഷയമാണ്. തികച്ചും നമ്മൾ പറയുന്ന സനാതനധർമ്മത്തിൻ്റേതായിരിക്കുന്ന, യോഗശാസ്ത്രത്തിൻ്റേതായിരിക്കുന്ന, തന്ത്രശാസ്ത്രത്തിൻ്റേതായിരിക്കുന്ന പരിശീലനങ്ങൾ, ഉപാസനാവിദ്യകൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം. പക്ഷേ ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ അത് പ്രായോഗികമാണോ എന്നുള്ള ചിന്തയും ഉണ്ട്. അപ്പോൾ ഇതര രീതിയിൽ നമ്മൾ സമാന്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗുരുകുലങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വളർന്നു വരുന്ന സനാതനധർമ്മത്തിൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മളുടെ സംസ്കൃതിയെക്കുറിച്ച്, ഉപാസനകളെക്കുറിച്ച്, യോഗയെക്കുറിച്ച്, തന്ത്രയെക്കുറിച്ച്, വേദങ്ങളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ ഭാരതത്തിൻ്റെ സവിശേഷമായിരിക്കുന്ന വേദ, ഉപനിഷത്ത്, ഇതിഹാസ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഭാരതത്തിന് 2 ഇതിഹാസങ്ങളുണ്ട്, രാമായണവും മഹാഭാരതവും. ഇന്നും നമ്മളുടെ സ്കൂൾ സിലബസുകളിൽ രാമായണവും മഹാഭാരതവും പഠിപ്പിക്കുന്നില്ല. കാരണം ഇത് രണ്ടും പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ലക്ഷ്യബോധം, ഏറ്റവും നല്ല ധാർമ്മികത അവരിലുണ്ടാകും. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, നമ്മളിൽ എത്ര പേർക്ക് നമ്മളുടെ വേദം അറിയാം,
ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം നമുക്ക് പലർക്കും അറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം അത് പഠിക്കാനുള്ള ഗുരുകുലങ്ങൾ നമുക്കിന്നില്ല. പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു. അതാണ് ഭാരതം ലോകഗുരുവായിരുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് ഭാരതത്തെ നയിക്കണം. അതാണ് മഹർഷി അരവിന്ദനും സ്വാമി വിവേകാനന്ദനും പരമഹംസ യോഗാനന്ദയും പോലെയുള്ള മഹായോഗികൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭാരതം തീർച്ചയായിട്ടും ഇനിയും അതിൻ്റെ സംസ്കാരം, സംസ്കൃതി, അതിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കും. ഭാരതം ലോകഗുരുവാകും എന്ന് ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നിലവിലുള്ള തലമുറയെ ശരിയായ വിദ്യാഭ്യാസം, ആധ്യാത്മിക വിദ്യാഭ്യാസം, മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകി നമുക്ക് വളർത്താൻ പറ്റണം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിലെ നമുക്കവന് പല കാര്യങ്ങൾ കൊടുക്കാൻ കഴിയും. ഒന്ന്, മറ്റുള്ളവരെ ബഹുമാനിപ്പിക്കാൻ അവനെ പഠിപ്പിക്കണം. നല്ല നല്ല കഥകൾ, ഉപനിഷത്ത്, വേദ, ഇതിഹാസ കഥകൾ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കുവാനും നാമം ജപിപ്പിക്കുവാനും അവരെ പഠിപ്പിക്കണം. മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുവാനും നമസ്കാരം പറയുവാനും നമുക്ക് പഠിപ്പിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ അവനെ കൊണ്ടുപോകണം. ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, ഉപാസനയുടെ പ്രാധാന്യം അവനെ പറ്റി പഠിപ്പിക്കണം. മസ്റ്റായിട്ട് ഓരോ ദിവസവും പഞ്ചാക്ഷരി ഓം നമഃ ശിവായ എന്ന മന്ത്രം അല്ലെങ്കിൽ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കണം. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം പോലെയുള്ള സഹസ്രനാമങ്ങൾ അച്ഛനമ്മമാർ ജപിക്കുമ്പോൾ, വേദ സൂക്തങ്ങൾ ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ ജപിക്കുമ്പോൾ കുഞ്ഞിനെ അടുത്തിരുത്തി അത് കേൾപ്പിക്കാനുള്ള സംവിധാനം വേണം. ഓരോ സനാതനധർമ്മ ഹൈന്ദവ കുടുംബങ്ങളിലും സന്ധ്യകളെ ആചരിക്കണം. പ്രാതസന്ധ്യ രാവിലെ വിളക്ക് വയ്ക്കുകയും ഉപാസന ചെയ്യുകയും വേണം. വൈകിട്ട് വിളക്ക് വയ്ക്കുകയും എല്ലാവരും ഒരുമിച്ചിരുന്ന്. ഇതര മതങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അവർ കൃത്യമായി, ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ അവർ കൃത്യമായി അവരുടെ മതാചാരങ്ങൾ നടത്താറുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ കൂട്ടനമസ്കാരം, ഓരോ ദിവസവും ഉള്ള അവരുടെ 5 നേരം നിസ്കാരം, കാര്യങ്ങൾ കൃത്യമായി സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ ചെയ്യാറുണ്ട്. അത് തന്നെ വളരെയധികം മതബോധം ശക്തമാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങളും ഞായറാഴ്ച പള്ളിയിൽ പോകുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായി പള്ളിയിൽ പോകുന്നു. അതുപോലെ തന്നെ അവർ വൈകിട്ടുള്ള അവരുടെ പ്രാർത്ഥനകളൊക്കെ, സന്ധ്യാപ്രാർത്ഥനകളിലൊക്കെ കുടുംബം ഒന്നടങ്കം പങ്കെടുക്കുന്നു. പണ്ട് നമ്മളുടെ ഭാരതത്തിൽ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ളവരുടെ വീടുകളിൽ ഈ ഒരു കൂട്ടപ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് വന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ഒരു സംസ്കാരവും ഈ ഒരു സംസ്കൃതിയും ഈ ഒരു ആധ്യാത്മികതയും നമുക്ക് പലപ്പോഴും നഷ്ടമായി. അത് നമ്മുടെ അടിസ്ഥാനപരമായ മൂല്യച്യുതിയുടെ കാരണമാണ്. ആധ്യാത്മികത നമ്മളിൽ നിന്ന് പോയാൽ, വെളിച്ചം നമ്മളിൽ നിന്ന് പോയാൽ ഇരുട്ട് നമ്മളിലേക്ക് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഓരോ ഹൈന്ദവ കുടുംബങ്ങളും ഓരോ സനാതനധർമ്മ വിശ്വാസികളുടെ കുടുംബങ്ങളും ഇത്തരത്തിൽ സന്ധ്യകളെ, പ്രഭാത സന്ധ്യയെ ആചരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ബ്രഹ്മമുഹൂർത്ത സമയത്തുള്ള ഉപാസനകൾ, മന്ത്രജപം, ധ്യാനം രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം. വൈകിട്ടുള്ള സമയം കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ലളിതാ സഹസ്രനാമമോ ഓം നമഃ ശിവായ പഞ്ചാക്ഷരിയോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാൻ നാരായണൻ്റെ വിഷ്ണുവിൻ്റെ മന്ത്രമോ, ഓം ശ്രീ ലളിതാംബികായേ നമ എന്ന അമ്മയുടെ മന്ത്രമോ, ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന മഹാഗണപതിയുടെ മന്ത്രമോ, ഓം സുബ്രഹ്മണ്യായ നമ, ഓം ശ്രീ ഭൂതനാഥായ നമ തുടങ്ങിയ സുബ്രഹ്മണ്യൻ്റെ, ശാസ്താവിൻ്റെ മന്ത്രങ്ങളോ, ഇഷ്ടദേവതയുടെ ഏത് മന്ത്രങ്ങളും ഒരു ദിവസം വീട്ടിൽ ഒരു 20 മിനിറ്റ് സന്ധ്യാസമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപിക്കുകയും അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം തുടങ്ങിയിരിക്കുന്ന ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ പാരായണം ചെയ്യുകയും ഉപനിഷത്തുക്കളെ പഠിക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ പഴയകാല പ്രതാപത്തിലേക്ക് നമ്മളുടെ ഭാരതം വളരെ വേഗത്തിൽ എത്തിച്ചേരും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ ഋഷി പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ മകനാണ്, മകളാണ്. നമ്മളുടെ ജീവിതത്തിന് ഭൗതികവും ആത്മീയവുമായ തലമുണ്ട്. മനുഷ്യ ജീവിതത്തെ 4 തലങ്ങളായി തിരിച്ച് ഒരു സംസ്കാരം, ഒരു ആചരണം ഉണ്ടായിരുന്നു. ബ്രഹ്മചര്യ കാലഘട്ടത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു, ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഗൃഹസ്ഥാശ്രമിയായപ്പോൾ മക്കളെല്ലാം വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാറായി. ആൺമക്കളെ കുടുംബഭാരം ഏൽപ്പിച്ച്, പെൺമക്കളെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അച്ഛനും അമ്മയും പിന്നീട് വാനപ്രസ്ഥിയായി മാറുന്നു. പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ കൂടുതൽ സമയം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് തീർത്ഥാടനത്തിനും സാധു സത്സംഗങ്ങൾക്കും ആശ്രമ സന്ദർശനങ്ങൾക്കും ഹിമാലയം പോലെയുള്ള പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും അവിടെ ഉപാസനകൾ ചെയ്യുവാനും ഒപ്പം കൂടുതൽ സമൂഹ സേവനം ചെയ്യുവാനും വാനപ്രസ്ഥ കാലത്തിൽ തയ്യാറാകുന്നു. അതായത് സന്യാസത്തിന് മുമ്പുള്ള ഒരു ട്രെയിനിങ് ആണ് വാനപ്രസ്ഥം. പിന്നീട് 4ാമത് ജീവിതത്തിൻ്റെ അന്ത്യകാലത്തിലേക്കൊക്കെ കടക്കുന്ന സമയം പിന്നീട് വാനപ്രസ്ഥയിൽ നിന്ന് നേരെ സന്യാസത്തിലേക്ക് പോയി അങ്ങനെ അവൻ്റെ ജീവിതം മൂല്യവത്താക്കുന്നു. ഇതാണ് യഥാർത്ഥ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ ഒരു സംസ്കാരം, ഈ ഒരു സംസ്കൃതി, ഈ ഒരു പാരമ്പര്യം ഭാരതത്തിലുണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിലൂടെയാണ് തീർച്ചയായിട്ടും മഹത്തായ ശ്രേഷ്ഠമായ ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട്,
ഒരു സംസ്കാരം, ഒരു സംസ്കൃതി, ഒരു ജീവിതചര്യ ഭാരതത്തിലുണ്ടായിരുന്നു. ഇത് സ്വദേശികളും വിദേശികളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ജീവിതത്തിന് 2 തലങ്ങളുണ്ട്, ഭൗതികത, ആത്മീയത. ഇത് രണ്ടും വിരുദ്ധമല്ല എന്നാണ്. പലപ്പോഴും ഉപാസനാ രഹസ്യം എന്ന വിഷയത്തിൽ നമ്മളിത് ആദ്യമേ ഒരു ആമുഖമായി പറയാനുള്ള കാരണം, പലപ്പോഴും ഉപാസന ചെയ്യുന്നവരെ ചിന്തിക്കുന്നത് ഭൗതിക ജീവിതം നയിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിനെതിരാണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചാൽ, വിവാഹം കഴിച്ചാൽ, ദാമ്പത്യ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ, ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആധ്യാത്മിക വളർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആധ്യാത്മികമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഹിമാലയത്തിൽ പോകണം, മഞ്ഞുമൂടിയ ഗുഹയിൽ പോകണം, ഈ വേഷഭൂഷാദികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസിയായി മാറിയാൽ മാത്രമേ, സന്യാസിക്ക് മാത്രമേ മോക്ഷം കിട്ടൂ എന്നുള്ളൊരു തെറ്റായ ചിന്താധാര എങ്ങനെയോ നമ്മളുടെ ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന സാധകന്മാരുടെ ഇടയിലുണ്ട്. പലപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ശിവരാജയോഗം, ശിവകുണ്ഡലിനി യോഗം, തന്ത്രയോഗം, അതേപോലെ തന്നെ ശരയോഗം പോലെയുള്ള ഉയർന്ന ആധ്യാത്മിക വിദ്യകൾ പഠിക്കുന്ന നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ പല സാധകന്മാർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കണ്ടേ, അതുപോലെ തന്നെ ജോലി ഉപേക്ഷിക്കണ്ടേ, ഭാര്യ ഭർത്താവിന് ഉപേക്ഷിക്കണ്ടേ, അങ്ങനെ സന്യാസിയായി ഹിമാലയത്തിൽ പോയാൽ മാത്രമേ മോക്ഷം കിട്ടൂ. അങ്ങനെയില്ല. ഇവിടെ സന്യാസിക്കും ഗൃഹസ്ഥാശ്രമിക്കും ബ്രഹ്മചാരിക്കും ആർക്കും മോക്ഷം ഉള്ളൊരു ഭൂമിയാണ് ഭാരതം. സന്യാസിയാണെങ്കിലും ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും ഏത് ആശ്രമധർമ്മം പാലിക്കുന്ന ഒരാളാണെങ്കിലും നിത്യജീവിതത്തിൽ കൃത്യമായി ഉപാസനകൾ ചെയ്യണം. ഒരു ദിവസത്തെ അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയോടും കൂടി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിത്യവും ഒരു ഗുരുവിൽ നിന്ന്, പരമ്പരയിൽ നിന്ന് സ്വീകരിച്ച ഉപാസനകൾ ചെയ്താൽ ആർക്കും ആത്മസാക്ഷാത്കാരം കിട്ടാം. പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി ഋഷിയാണ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിരുന്നു. അവരുടെ ഗൃഹസ്ഥാശ്രമിയായ ജമദഗ്നിയുടെ മകനാണ് പരശുരാമൻ. അങ്ങനെ പലരും. അപ്പോൾ മഹാഋഷി പോലും ഗൃഹസ്ഥാശ്രമിയായിരുന്നു നമുക്ക് കാണാം. അപ്പോൾ ഭൗതിക ജീവിതം നയിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിന് എതിരല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാക്കുക, ദിനചര്യ ഉണ്ടാക്കുക, നല്ലൊരു ഗുരുവിനെ, നല്ലൊരു പരമ്പരയെ കണ്ടെത്തുക. അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗവിദ്യയോ തന്ത്രവിദ്യയോ ശിവരാജയോഗമോ കുണ്ഡലിനി ക്രിയയോ ഏത് മാർഗ്ഗമാണോ നിങ്ങൾക്ക് താല്പര്യം അത് പഠിക്കുക, അത് നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുക. ഗൃഹസ്ഥാശ്രമി എന്ന രീതിയിലുള്ള നിങ്ങളുടെ ധർമ്മം, വ്യക്തിധർമ്മം, കുടുംബത്തോട്, സമൂഹത്തോട്, രാഷ്ട്രത്തോട്, ലോകത്തോടുള്ള നിങ്ങളുടെ ധർമ്മം ശരിയായി പിന്തുടരുക. ഇതാണ് ഉപാസനാ രഹസ്യങ്ങളിൽ ഒരു ഗൃഹസ്ഥാശ്രമി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പ്രധാന കാര്യം. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ പറയാം. നമസ്തേ. ഓം നമഃ ശിവായ.